എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി മഴക്കാലമൊക്കെ വരാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കണം എന്നൊക്കെ പ്ലാൻ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ ഈ വേഗത്തിൽ വളർത്താൻ പറ്റിയ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റിയ ചെടികളാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്ന ചെടിയാണ് സിങ്കോണിയം. ഈ സിങ്കോണിയം ചെടി വളരെ ഈസി ആയിട്ട് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. തിങ്ങി നിറഞ്ഞ ഇലകളായിട്ട് ചട്ടി നിറയെ നിൽക്കുന്ന ഒരു രീതിയാണ് സിങ്കോണിയത്തിനുള്ളത്. ഇതിലൊരുപാട് വെറൈറ്റീസ് കാണുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇവിടെ 3-4 വെറൈറ്റീസാണ് ഉള്ളത്. ഈ ഒരു ചെടിയുടെ ഇല ഒരുപാട് നീളമുള്ള ഒരു ടൈപ്പ് ഇലകളും പിന്നെ കുറ്റി ആയി വളരുന്ന വള്ളിയായി പോവാതെ ചട്ടി നിറയെ ബുഷ് പോലെ വളരുന്ന ഒരു രീതിയാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. ഇത് അതിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലക്ക് നീളം കുറവാണ്, അതിൻ്റെ കളറിനും വ്യത്യാസമുണ്ട്. ഫുള്ളായിട്ട് സിൽവർ കളർ പോലെയുള്ള ഒരു ഇലയാണ് ഇതിനുള്ളത്. ഇത് ചട്ടി നിറയെ തിങ്ങി ആണ് വളർന്നു വരിക. നമുക്കതിനെ ആ മുകൾ ഭാഗത്ത് വെച്ച് തന്നെ തൈയാക്കി പൊട്ടിച്ചെടുക്കാൻ പറ്റിയ രീതിയാണ്. വേരോട് കൂടി ഇത് പൊന്തി ഇതിൻ്റെ ഇണർപ്പുകളായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ കഷ്ണം നമ്മൾ വെച്ച് കൊടുത്താൽ തന്നെ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് ഇതുപോലെ ചട്ടി നിറയെ ബുഷായിട്ട് ഇത് വളരും. ഇനി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഇലകളോട് കൂടിയ ഒരു സിങ്കോണിയം പ്ലാന്റ് തന്നെയാണ് ഇതും. വളരെ ലൈറ്റ് ഗ്രീനായ ഒരു കളറാണ്. വളരെ ലൂസായിട്ടാണ് ഇത് വളർന്നു വരിക. ഇത് ചട്ടിയിൽ അങ്ങനെ തിങ്ങി വളരുന്ന ഒരു ടൈപ്പല്ല. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വള്ളിയായി പടർന്നു പോകുന്ന ഒരു ടൈപ്പ് കൂടിയാണ്. PVC പൈപ്പിൽ ചൂടിക്കയറ് ചുറ്റി നമ്മൾ ഈ പോട്ടിൽ കുഴിച്ചിട്ട് കൊടുത്താൽ ഈ പ്ലാന്റ് ഇതിന്മേ ശരിക്കും അങ്ങ് പിടിച്ച് കയറിക്കോളും. വീടിൻ്റെ അകത്തൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് അതുപോലെ വെച്ച് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ലീഫൊക്കെ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടി കൂടിയാണ്. ഇനി അതിൽ നിന്നെല്ലാം വെറൈറ്റി ആയ ഒരു കളറുള്ള സിങ്കോണിയാണ് ഇത്. നല്ല വൈറ്റ് കളറുള്ള ഒരു വര മധ്യത്തിലൊക്കെ ആയിട്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്ന ഒരു സിങ്കോണിയാണിത്. ഞാനിവിടെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും സിങ്കോണിയ യൂസ് ചെയ്തിട്ടുണ്ട്. സിങ്കോണിയ ചെടികൾക്ക് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന വെജിറ്റബിൾ വേസ്റ്റ്, അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലി അരച്ചത് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും സിങ്കോണിയൻ ചെടിക്കില്ല. നമ്മൾ സാധാരണ രീതിയിലുള്ള വളങ്ങളൊക്കെ കൊടുത്ത് നോർമലായിട്ട് പരിചരിച്ചാൽ തന്നെ നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടിയാണ് സിങ്കോണിയം. ഇനി നമുക്ക് സിങ്കോണിയം ചെടിയെ പോലെ തന്നെ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയെ പരിചയപ്പെടാം. ഫിലോഡെൻഡ്രോൺ. വളരെ ഈസി ആയിട്ട് നല്ല ഭംഗിയുള്ള ഇലകളും ഒക്കെ ആയിട്ട് നമുക്ക് നന്നായി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഫിലോഡെൻഡ്രോൺ. ഇവിടെ ഒരു 5-6 വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഞാൻ 2 വെറൈറ്റിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെടിയുടെ തളിരിലകൾക്ക് ഇതുപോലെ നല്ല ബ്രൗൺ കളറ് ആയിട്ടാണ് വരിക. അതിൻ്റെ തണ്ടുകൾക്കും ആ ഒരു റെഡ് കളറ് ഫീൽ ചെയ്യുന്ന നല്ല ഭംഗിയാണ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. കട്ടിയുള്ള ഇലകളും നല്ല സ്ട്രോങ് ആയ ഒരു ബോഡിയാണ് ഈ ഒരു ചെടിക്കുള്ളത്. നല്ല നീളൻ ഇലകളും ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു രീതി. പലതരം വെറൈറ്റി ആയിട്ടുള്ള ഇലകൾ ഈ ഒരു ചെടിയിൽ വരുന്നുണ്ട്. ഇതും നമുക്ക് PVC പൈപ്പൊക്കെ വെച്ച് അതിലേക്ക് കയറ്റി വിടാനും അതുപോലെ തന്നെ മതിലിൽ പടർത്തിയെടുക്കാൻ ഒക്കെ പറ്റിയ ഒരു ചെടി തന്നെയാണ് ഫിലോഡെൻഡ്രോൺ. എൻ്റെ കയ്യിലുള്ള മറ്റൊരു വെറൈറ്റിയാണിത്. ഞാനിത് കൊണ്ടുവന്ന് പോട്ടിലേക്ക് ചേഞ്ച് ചെയ്യുന്ന മുൻപ് തന്നെ ഇത് മതിലിലൊക്കെ കയറി പിടിച്ചിട്ടുണ്ട്.
ഇനി മഴയൊക്കെ പെയ്തിട്ട് ശരിയായിട്ട് വേണം എനിക്ക് പോട്ടിലേക്ക് ചേഞ്ച് ചെയ്യാൻ. തുടക്കക്കാർക്ക് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയായിട്ടാണ് ഞാൻ ഫിലോഡെൻഡ്രോനെ തിരഞ്ഞെടുക്കുക. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടിയുടെ പേരാണ് ലാറോപെറ്റാലം. ഈ ലാറോപെറ്റാലം എന്ന് പറഞ്ഞ പ്ലാന്റിനെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഞാനിവിടെ ഇത് നല്ല വെയിലുള്ള ഭാഗത്താണ് നട്ടിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വളരുന്നുണ്ട്. കൂടുതലൊന്നും വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല. സാധാരണ പ്ലാന്റുകളൊക്കെ പോലെ തന്നെയാണ് ഞാൻ പരിചരിക്കുന്നത്. ഞാനിവിടെ ലോണ് നട്ടതിൻ്റെ മധ്യത്തിലായിട്ടാണ് ഈ ചെടി വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അതിനേക്കാൾ ഉപരി നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതിലുണ്ടാവുന്നത്. അതിലുണ്ടാവുന്ന പൂവിൻ്റെ കളറാണ് ആ ചെടിയുടെ ഒരു അട്രാക്ഷൻ. അതുപോലെ തന്നെ ഇതിൻ്റെ തളിരിലകൾക്ക് ഇതുപോലെ നല്ല ഡാർക്ക് ബ്രൗൺ കളറുള്ള ഇലകളാണ്. അതും നമ്മളെ ഈ ചെടിയെ വല്ലാതെ ആകർഷിച്ചു പോകുന്ന ഒരു രീതിയാണ്. കമ്പ് നട്ടുണ്ടാക്കിയെടുക്കും എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഞാനിതുവരെ കമ്പ് നട്ടുണ്ടാക്കിയെടുത്തിട്ടില്ല. എൻ്റെ ചെടി ഇപ്പോൾ കുറച്ചായിട്ട് പൂക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ അതിനൊക്കെ നന്നായി മൊട്ടുകൾ വന്ന് തുടങ്ങി. നല്ല ഭംഗിയാണ് ഇത് പൂത്ത് നിൽക്കുന്ന സമയത്ത്. നല്ല കളർഫുള്ളായിട്ടാണ് ഈ ഒരു ചെടി അപ്പോൾ നമ്മളെ ഗാർഡനിൽ നിൽക്കുക. വളരെ കുഞ്ഞിയായിട്ടുള്ള നൂലുകൾ പോലത്തെ ഒരു പൂവാണിതിന്. എൻ്റെ ഫ്ലവർ വേസ് അലങ്കരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ചെടി കൂടിയാണ് ഈ ലാറോപെറ്റാലം. ഇതിൻ്റെ ഇലകൾക്കുള്ള ഭംഗി തന്നെയാണ് ഞാൻ അതിന് വേണ്ടി ഈ ഒരു ചെടിയെ തിരഞ്ഞെടുക്കുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള ഒരു ചെടി തന്നെയാണ് ലാറോപെറ്റാലം. നമ്മുടെ ഗാർഡന് ഭംഗി നൽകാൻ പറ്റിയ ചെടികളിൽ ഏറ്റവും നല്ല ഒരു ചെടി തന്നെയാണ് ലാറോപെറ്റാലം. പച്ചയും ബ്രൗണും ഒക്കെ ആയിട്ടുള്ള ഇലകൾക്കിടയിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്ന ഒരു സുന്ദരിയെ പോലെയാണ് ഈ പൂക്കൾ. അത്രയും ഭംഗിയാണ് ആ പൂക്കൾക്കുള്ളത്. പൂക്കളുടെയും ഇലകളുടെയും ഒക്കെ ഭംഗി കാരണം കൊണ്ട് തന്നെ നമുക്ക് ഗാർഡനിൽ വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ലാറോപെറ്റാലം. ചാണകപ്പൊടിയാണ് ഞാൻ ഈ ചെടിക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വേറെ ഒരു വളങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കമ്പ് മുറിച്ച് കൊണ്ടുപോകുന്ന പരിപാടിയും എൻ്റെ കയ്യിലുണ്ട്. എങ്കിലും ഈ ചെടിക്കൊരു ക്ഷീണമോ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയായി ഞാൻ ഈ ലാറോപെറ്റാലത്തെയും പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ ലാറോപെറ്റാലവും സിങ്കോണിയോ ഫിലോഡെൻഡ്രോൺ ഒക്കെയുമായി നിങ്ങളെല്ലാവരും ഈ മഴക്കാലത്ത് ഒരു പുതിയ ഗാർഡൻ ഒരുക്കിയെടുക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.